നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് UDF ചെയർമാൻ അടൂർ പ്രകാശ്. LDFനെ മൂന്നാം വട്ടവും പിണറായി തന്നെ നയിക്കുമെന്നത് പിണറായിയുടെ മാത്രം തീരുമാനമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MPയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്നും അടൂർ പ്രകാശ്. ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയൻ മലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനത്തെ ജനകീയമായും നിയമപരമായും നേരിടുമെന്നും ജനകീയ സമരസമിതി. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും അതെല്ലാം അവഗണിച്ച് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയ നടപടിക്കെതിരെ ജനകീയ മാർച്ച് നടത്തുമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ. ഷൊർണൂരിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. സംഭവം നടന്ന JTS സ്കൂൾ പരിസരത്ത് 2 പേർക്ക് നായയുടെ കടിയേറ്റു, ഒരാൾക്ക് നേരെ ആക്രമണം. പ്രദേശത്തെ ടൗൺ ഹാളിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണെന്ന് ആക്ഷേപം. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനെ മതേതരത്വത്തിൽ ഊന്നിക്കൊണ്ട് കാലികമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് AKSU. വിദ്യാഭ്യാസ വകുപ്പിലെ അവ്യക്തവും ആശങ്കപ്പെടുത്തുന്നതുമായ ഉത്തരവുകൾക്ക് വ്യക്തത വരുത്തണമെന്ന് AKSU ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AKSU ജില്ലാ സമ്മേളനം പാലക്കാട്ട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് UDF ചെയർമാൻ അടൂർ പ്രകാശ്. LDFനെ മൂന്നാം വട്ടം പിണറായി തന്നെ നയിക്കുമെന്നത് പിണറായിയുടെ മാത്രം തീരുമാനമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MPയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്നും അടൂർ പ്രകാശ് പാലക്കാട്ടെ വടക്കഞ്ചേരിയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ UDF സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടക്കുകയുള്ളൂ. മുസ്ലിം ലീഗ് UDFിലെ പ്രധാന കക്ഷിയാണ്. ഘടകകക്ഷികൾക്ക് അറിയിക്കുന്ന പ്രാധാന്യം ഉണ്ടാകും. MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനം AICCയുടേതാണ്. മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാ കാര്യത്തിലും പരിഗണിക്കും. പിണറായി തന്നെ LDFനെ മൂന്നാമതും നയിക്കുമെന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമാണ്. മറിച്ചൊരു തീരുമാനത്തിന് വേണ്ട ചർച്ച മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവില്ല. ജനാധിപത്യം നഷ്ടപ്പെട്ട പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറി. സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് നേരെയുള്ള അന്വേഷണം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം നഷ്ടപ്പെട്ടുവെന്നോ, എങ്ങനെ നഷ്ടപ്പെട്ടുവെന്നോ, എവിടേക്ക് പോയെന്നോ അന്വേഷിക്കുന്ന കാര്യത്തിൽ SIT എത്തുന്നില്ലെന്ന സംശയമുണ്ട്. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഏതായാലും ആ ആഭ്യന്തര കാര്യം എന്നുള്ള നിലയിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടപ്പാക്കാറുള്ളത്. അതല്ലാതെ കണ്ട് അതിനകത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ജനാധിപത്യത്തിന് ഒരു വില കൊടുക്കാതെയുള്ള ഏകാധിപത്യ പ്രവണതയുമായി അവർ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, മൂന്നാം തവണയും പിണറായിയുടെ സർക്കാർ വരുന്നതിന് വേണ്ടി അതിനെ നയിക്കും എന്ന് അവർ പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം ആർക്കും വേണ്ട. ഞങ്ങൾ 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് UDF അധികാരത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയൻ മലയിൽ പ്രവർത്തനം തുടങ്ങിയ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനത്തെ ജനകീയമായും നിയമപരമായും നേരിടുമെന്നും ജനകീയ സമിതി വ്യക്തമാക്കി. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്ക് പരാതി നൽകിയെങ്കിലും അതെല്ലാം അവഗണിച്ചാണ് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നതെന്നും ഇതിനെതിരെ ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. ജനവാസ മേഖലയിൽ ക്വാറിക്ക് അനുമതി നൽകിയതിനെതിരെ ക്വാറിയുടെ പ്രവർത്തനം നേരിട്ട് ബാധിക്കുന്ന പ്രദേശത്തെ 4 വാർഡുകളിലെ ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് നഗരസഭാ കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള ജനകീയ സമിതിക്ക് രൂപം നൽകി. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സൗത്ത് പനമണ്ണ പൊതുജന വായനശാല സെന്ററിൽ നിന്നും ക്വാറിയിലേക്ക് ബഹുജന മാർച്ച് നടത്തും. നഗരസഭയിലെ പനമണ്ണ വട്ടാൽ, വായനശാല, വീട്ടാമ്പാറ വാർഡുകളിലെയും അലങ്ങനടി പഞ്ചായത്ത് അമ്പലവട്ടം വാർഡിലെയും 100 കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാകുമെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. പ്രദേശത്തെ 2 സ്കൂളിൽ പഠിക്കുന്ന 400-ലേറെ വിദ്യാർത്ഥികൾക്കും ക്വാറി ഭീഷണിയാണ്. 2015 മുതലാണ് ക്വാറി പ്രവർത്തനം തുടങ്ങാനുള്ള നടപടികൾ നടക്കുന്നത്. അന്നു മുതൽ തന്നെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ വർഷം നഗരസഭാ കൗൺസിലും വിഷയം ചർച്ചയായിരുന്നു. എന്നാൽ ജനങ്ങൾ ജില്ലാ കലക്ടർ, ഒറ്റപ്പാലം സബ് കലക്ടർ, ജിയോളജി വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, നഗരസഭ എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ സർക്കാർ വകുപ്പുകൾക്കെല്ലാം നിരവധി തവണ പരാതി നൽകിയിട്ടും അതെല്ലാം അവഗണിച്ചാണ് ക്വാറിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചിരിക്കുന്നത്. ക്വാറിയിലേക്ക് വാഹനങ്ങൾ വരുന്നതിനും പോകുന്നതിനും നേരത്തെയുണ്ടായിരുന്ന വഴിക്ക് പകരം 8 മീറ്ററോളം വീതിയുള്ള പുതിയ വഴി ഉണ്ടാക്കിയിരുന്നു. ഇതോടെയാണ്
ക്വാറിക്ക് വകുപ്പുകളിൽ നിന്ന് അനുമതി ലഭിച്ചതെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. വാർഡ് കൗൺസിലർമാരായ അർച്ചന സജിത് ചെയർമാനും ഷിബു കൺവീനറായും പഞ്ചായത്ത് അംഗമായ പ്രദീപ് കുമാർ ഖജാൻജിയുമായുള്ള 21-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം. ഷൊർണൂർ JTS സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം. 2 പേർക്ക് നായയുടെ കടിയേൽക്കുകയും ഒരാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. പ്രദേശത്തെ പുതിയ ടൗൺ ഹാളിൽ നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഷൊർണൂരിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം. ശനിയാഴ്ച രാവിലെ 9 മണിയോടെ JTS സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം. 3 പേർക്ക് നേരെയാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. JTSന് മുൻവശത്തെ വിജയ പ്രസ്സിലെ ജീവനക്കാരി പ്രീജയ്ക്കും പാതയിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കും കടിയേറ്റു. രാവിലെ പ്രസ്സിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപാണ് പ്രീജയ്ക്ക് കാലിൽ കടിയേറ്റത്. പ്രീജ പിന്നീട് ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിലെത്തി ഇഞ്ചക്ഷൻ എടുത്തു മടങ്ങി. രാവിലെ 6 മണിക്ക് നടക്കാനിറങ്ങിയ ഷൊർണൂർ ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനൂജിന് നേരെ നായയുടെ ആക്രമണമുണ്ടായി. ഇയാൾ ഓടിയതോടെ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. നായ്ക്കൾ കൂട്ടത്തോടെയാണ് വരുന്നതെന്നും കാൽനടയാത്ര വളരെ ഭീതിയിലായിട്ടുണ്ടെന്നും ടൗൺ ഹാളിൽ കൂട്ടത്തോടെ തെരുവ് നായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണെന്നും ശ്രീജിത്ത് STVയോട് പറഞ്ഞു. 9 മണിയോട് കൂടിയിട്ടാണ് സംഭവം ഉണ്ടായത്. ആള് ഇവിടുത്തെ ജീവനക്കാരിയാണ്. ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു നായ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിനെ ആക്രമിച്ചിട്ട് അവരവിടെ നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഫയർ സ്റ്റേഷനിലൊരു ഓഫീസറുടെ പിന്നാലെ രാവിലെ നടക്കാറിറങ്ങിയപ്പോൾ പിന്നാലെ ഓടലുണ്ടായി. പിന്നെ ഇതിനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാ നായ. അപ്പോൾ അതിന് എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിവരം കൊടുത്തിട്ടുണ്ട് നഗരസഭയിലേക്ക്. അപ്പോൾ അതിനുള്ള നടപടി എന്തായാലും ഇതായിട്ട് എടുക്കണം. ഇവിടെ ഈ JTS സ്കൂള് നാളെ രാവിലെ തിങ്കളാഴ്ച തുറക്കുകയാണല്ലോ. സ്കൂൾ വരുമ്പോൾ കുട്ടികളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ശല്യമായിട്ടും തീരും. കുട്ടികൾക്ക് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി തന്നെ എടുക്കണം. തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായ സംഭവ വിവരം അറിഞ്ഞ് വാർഡ് കൗൺസിലർ E. ഗീത സ്ഥലത്തെത്തിയിരുന്നു. വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി അടുത്ത കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് കൗൺസിലർ ഗീത പറഞ്ഞു. എൻ്റെ വാർഡിലെ JTS സ്കൂളിൻ്റെ അവിടെയുള്ള ടൗൺ ഹാളിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു നായ, തെരുവ് നായയാണ്, 2 പേരെ കടിച്ചു. വിജയ പ്രസ്സിലെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടീനെയും പിന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ഓടിച്ചു. അയാൾ ഓടി രക്ഷപ്പെട്ട കാരണം കടി കിട്ടിയില്ല. അപ്പോൾ ഇത് ഗൗരവമായി ചിന്തിക്കണം. അടുത്ത കൗൺസിലിങ്ങിൽ ചെയർപേഴ്സണിനോടും മീറ്റിങ്ങിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ എടുക്കണമെന്ന് പറയുന്നു. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മതേതരത്വത്തിൽ ഊന്നിക്കൊണ്ട് കാലികമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് AKSTU. വിദ്യാഭ്യാസ വകുപ്പിലെ അവ്യക്തവും ആശങ്കപ്പെടുത്തുന്നതുമായ ഉത്തരവുകൾക്ക് വ്യക്തത വരുത്തണമെന്നും AKSTU പാലക്കാട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പാലക്കാട് നടന്ന ജില്ലാ സമ്മേളനം AKSTU സംസ്ഥാന പ്രസിഡന്റ് KK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. AKSTU സംസ്ഥാന പ്രസിഡന്റ് KK സുധാകരൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ പുരോഗമന നവോത്ഥാന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന തിരിച്ചറിവിലാവണം സംസ്ഥാനത്തെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേരളത്തിലെയാണ്. അത് നമ്മൾ വ്യക്തമായി നമ്മൾക്ക് ബോധ്യമുള്ളവരാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനം എന്നത് സാധാരണക്കാരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അത് നമ്മുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ആ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാനുള്ള വലിയ ക്യാമ്പയിൻ നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ സംഘടനകൾ, നമ്മുടെ കൂടെ നിന്നവർ, നമ്മുടെ സഹോദരങ്ങൾ മാത്രമല്ല, നമ്മുടെ അപ്പുറം നമ്മുടെ നിലപാടുകൾക്കെതിരെ നിൽക്കുന്ന സംഘടനകളും പോലും അധ്യാപകർക്ക് അവകാശപ്പെട്ട ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതും വൈകിപ്പിക്കുന്നതും ജീവനക്കാരെ സർക്കാർ ഇടതുവിരുദ്ധ ചേരിയിലെത്തിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനും മുന്നണിക്കും ഒരു പാഠമാവണമെന്നും KK സുധാകരൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് C. രണദീപ് അധ്യക്ഷത വഹിച്ചു. N. സതീഷ് മോൻ, MN വിനോദ്, MS റീജ, MS അനിൽകുമാർ, KP വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പ്രസ് ക്ലബിൻ്റെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടറിനുള്ള പുരസ്കാരം ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ സയൻസനും, വാർത്താ ചാനലിലെ മികച്ച റിപ്പോർട്ടറിനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് എഡിറ്റർ EV കൃഷ്ണനും സമ്മാനിക്കും. 15,000 രൂപയും പ്രശസ്ത പത്രവും ഫലകവും അടങ്ങുന്ന
സമ്മാനം ഫെബ്രുവരി ആദ്യവാരം സമ്മാനിക്കും. തൃശൂർ പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. TV അച്യുതവാര്യരുടെ സ്മരണാർത്ഥം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അച്ചടി ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടുകൾക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും അമൃത TV ക്യാമറാമാൻ PV അയ്യപ്പന്റെ സ്മരണാർത്ഥമുള്ള പ്രഥമ വീഡിയോഗ്രാഫി പുരസ്കാരവുമാണ് പ്രഖ്യാപിച്ചത്. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടിനുള്ള പുരസ്കാരം ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ സയൻസിനും വാർത്താ ചാനലിലെ മികച്ച റിപ്പോർട്ടിനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം യൂണിറ്റിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ EV ഉണ്ണികൃഷ്ണനും സമ്മാനിക്കും. കാലാവസ്ഥാ വ്യതിയാനം, രാജവെമ്പാലയുടെ പ്രജനനത്തിൽ മാറ്റം എന്ന റിപ്പോർട്ടാണ് സയൻസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. ജലജീവി എന്ന റിപ്പോർട്ടാണ് EV ഉണ്ണികൃഷ്ണനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. PV അയ്യപ്പൻ വീഡിയോഗ്രാഫി പുരസ്കാരം മീഡിയ വൺ കൊച്ചി യൂണിറ്റിലെ സീനിയർ ക്യാമറ പേഴ്സൺ സജു പറ്റമൽ പകർത്തിയ ചൂരൽമലയിലെ പുതിയ പാഠങ്ങൾ തിരഞ്ഞെടുത്തു. 15,000 രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി ആദ്യവാരം സമ്മാനിക്കും. ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്ററായിട്ടുള്ള സയൻസണിനാണ് ഈ പുരസ്കാരം നൽകാൻ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. സയൻസൺ എന്നുള്ള പേര് തന്നെ വളരെ ശ്രദ്ധേയമാണ്. സയൻസ് ഉള്ളതിൽ ആണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ വാർത്തയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് വളരെ ശ്രദ്ധേയമായിട്ട് അതിൽ ശാസ്ത്രമുണ്ട്, വാർത്തയുണ്ട്, മറ്റതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് സമഗ്രമായിട്ട് അതിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സയൻസിന് ആ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. അതിൽ പരിസ്ഥിതി സംബന്ധമായ വാർത്ത എന്ന പരിഗണനയ്ക്ക് അർഹമായത് രാജവെമ്പാലയുടെ പ്രജനന കാലത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയും യൂക്കാലിപ്റ്റസ് വെച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയും ആണ്. ഇതിൽ ഇങ്ങനെ മികച്ചത് എന്ന് തോന്നിയ 2-3 ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ, SP രവി, CA കൃഷ്ണൻ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മംഗല ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരനായ മുൻ ഭരണസമിതി നിയമിച്ച ഡ്രൈവറെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം ശക്തം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 2021 മുതൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന MT ഗിരീഷിനെയാണ് സെക്രട്ടറി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടതെന്നാണ് ആക്ഷേപം. മുൻ ഭരണസമിതിയാണ് ഡ്രൈവറെ നിയമിച്ചത്. പുതിയ ഭരണസമിതിയുടെ തീരുമാനം വരെ ഇയാൾക്ക് ഡ്രൈവറായി തുടരാം. അല്ലെങ്കിൽ രേഖാമൂലം സെക്രട്ടറി എഴുതി നൽകണമെന്നും 2023 തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിൽ 15 ദിവസം മുൻപ് പിരിച്ചുവിടാനുള്ള നോട്ടീസ് രേഖാമൂലം നൽകണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാതെയാണ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്നും ഒഴിവാൻ ടെലിഫോണിൽ ആവശ്യപ്പെട്ടത്രേ. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം ഗിരീഷ് പരാതി കൈമാറിയിട്ടുണ്ട്. 2-ാം തീയതി പഞ്ചായത്ത് ലീവ് ആയതുകൊണ്ട് വൈകുന്നേരം 7 മണിക്ക് സെക്രട്ടറി വിളിച്ചിട്ട് അവിടെ CPM ഭരണം വന്നതുകൊണ്ട് ചാവി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ചാവി ഏൽപ്പിക്കാൻ വേണ്ടി ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ രേഖാമൂലം കത്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചാവി കൊടുത്തിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിൽ ഭയങ്കര പ്രതിഷേധാർഹതമാണ്. ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. ഒരാളെ അപ്പോയിൻമെൻ്റ് ചെയ്യുമ്പോഴോ പിരിച്ചുവിടുമ്പോഴോ അതിൻ്റേതായ രേഖാമൂലം ലെറ്റർ കൊടുക്കണ്ടേ. ഒരു 15 ദിവസം ടൈമൊക്കെയാണ് ചോദിക്കുന്നത്. അതില്ലെങ്കിലും രേഖാമൂലം ഞാൻ എന്തായാലും ഇറങ്ങാൻ നിൽക്കുക. വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അച്യുതൻകുട്ടി അറിയിച്ചു. ഇപ്പോൾ മാറി വന്ന ഭരണസമിതി ആ ഡ്രൈവറെ മാറ്റാൻ നിർദ്ദേശം കൊടുത്തിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താ കാര്യം എന്നറിയില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടിക്കൊണ്ട് സെക്രട്ടറി ഒഴിവ് ദിനത്തിൽ, അതായത് ഇന്നലെ പബ്ലിക് ഹോളിഡേ ആയിരുന്ന പഞ്ചായത്തിൽ, വൈകുന്നേരം 7 മണിക്ക് ഡ്രൈവറെ ഫോണിൽ വിളിച്ച് പറയുകയാണ് നാളെ രാവിലെ ചാവി അവിടെ ഏൽപ്പിച്ചിട്ട് ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. അപ്പോൾ എന്താണ് ഈ നാട്ടിൽ നിയമങ്ങളും വ്യവസ്ഥകളും ജനാധിപത്യം ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ സെക്രട്ടറിയുടെ കുടുംബസ്വത്താണോ ഇത്? സെക്രട്ടറിക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് പറയാൻ. അപ്പോൾ ഇതിൻ്റെ ചട്ടവട്ടങ്ങളെല്ലാം നിയമനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, അതായത് ഒരു ബോർഡ് മീറ്റിംഗ് കൂട്ടി അജണ്ട അവിടെ ഇടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്, താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കാൻ. അതിന് പോലും വെയിറ്റ് ചെയ്യാൻ 6-ാം തീയതി വരെ നിൽക്കാൻ പറ്റാതെ സെക്രട്ടറി വ്യക്തിപരമായിട്ട് ഇന്നലെ വിളിച്ച് ഡ്രൈവറെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തോട് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിർമ്മാണ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയർ, സൂപ്പർവൈസർ പ്രൊഫഷണലുകൾക്ക് അർഹമായ പരിഗണന നൽകുന്നില്ലെന്ന് റൺസ്വെഡ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ക്ഷേമനിധിയിൽ പോലും അംഗത്വം ലഭിക്കാതെ അവഗണന നേരിടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ഈ മാസം 5-ന് നടക്കുമെന്നും ഭാരവാഹികൾ പാലക്കാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേമനിധിയിൽ പോലും അംഗത്വം ലഭിക്കാതെ അവഗണന നേരിടുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. സാധന സാമഗ്രികളുടെ വിലക്കയറ്റം, തരം മാറ്റൽ പ്രക്രിയ, തൊഴിലാളികളുടെ കുറവ്, മണലിൻ്റെ ദൗർലഭ്യം എന്നിവ മൂലം നിർമ്മാണ മേഖല ബുദ്ധിമുട്ടുകയാണ്. ഇത് പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. നദികളിൽ നിന്നും മണൽ
ശേഖരിച്ചാൽ പ്രളയസമയത്ത് ഉണ്ടാകുന്ന ദുരന്തം പരിഹരിക്കാനാകുമെന്നും എംസാൻഡിന് ഗുണമേന്മ പരിശോധന ഉറപ്പാക്കണമെന്നും റെൻസ്ഫെഡ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേരളത്തിൽ 2 ജില്ലകൾ ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിലെല്ലാം വ്യാപിച്ച് കിടക്കുന്ന ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് എന്നീ ലൈസൻസ് സൂപ്പർവൈസർമാരുടെ ഒരു കൂട്ടായ്മയാണ് റെൻസ്ഫെഡ്. കേരളത്തിൽ മിക്ക പഞ്ചായത്തുകളിലും പ്ലാനുകൾ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ആയതിൻ്റെ കംപ്ലീഷൻ കൊടുക്കുന്നവരെ കൃത്യമായി ഈ മേഖലയിൽ കാര്യങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയേഴ്സും സൂപ്പർവൈസറുടെയും സംഘടന കൂടിയാണ് റെൻസ്ഫെഡ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ഈ മാസം 5-ന് DPO റോഡിലുള്ള NSS കരയോഗം ഹാളിൽ നടക്കുമെന്നും A. പ്രഭാകരൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംസ്ഥാന പ്രസിഡന്റ് സജീവ് കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് P. ബാസി, PC. ബാബു, V. മധു, ശശികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനം ജനുവരി 7 മുതൽ 20 വരെ നടത്താനിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP. വിജയൻ നിർവഹിച്ചു. ആ വിഭാഗത്തെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല, ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് 2016 സർക്കാർ തുടങ്ങി വെച്ച പരിപാടിയാണ് അശ്വമേധം എന്ന പരിപാടി. അതിന് മുമ്പ് ഈ കുഷ്ഠരോഗത്തിൻ്റെ പ്രവർത്തനം നമുക്കുണ്ടായി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ 7.0 അല്ലേ, 7ാം ഘട്ടമാണ്. 6 ഘട്ടം പൂർത്തീകരിച്ച് 7ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് വീടുകളിൽ ചെന്ന് കുഷ്ഠരോഗത്തിൻ്റെ ചർമ്മം നമുക്കറിയാം, കുഷ്ഠരോഗത്തെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ചർമ്മത്തിൽ വരുന്ന തൊലിയിൽ വരുന്ന പ്രത്യേകതരം അസുഖം ആണ് പിന്നീട് അത് കുഷ്ഠരോഗമായിട്ട് മാറുന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. HI. ബിജു സംസാരിച്ചു. മെമ്പർമാരും ആശാവർക്കർമാരും വളണ്ടിയർമാരും പങ്കെടുത്തു. JHI പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. HDC പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മീര ബാലചന്ദ്രനെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് ആദരിച്ചു. ബാങ്ക് ചെയർമാനും സഹപ്രവർത്തകരും ചേർന്ന് ചുനങ്ങാട്ടെ വീട്ടിലെത്തിയാണ് മീരയെ ഉപഹാരം നൽകി ആദരിച്ചത്. പാലക്കാട് സഹകരണ കോളേജ് വിദ്യാർത്ഥിനിയായ മീര ബാലചന്ദ്രൻ 2024-25 അധ്യയന വർഷത്തിലാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്ക് തിരുവാഴിയോട് ബ്രാഞ്ച് മാനേജർ, ചുനങ്ങാട് മുട്ടിപ്പാലം ഉള്ളാട്ടിൽ വീട്ടിൽ U. ബാലചന്ദ്രൻ്റെയും ലക്ഷ്മിനാരായണ കോളേജിൽ അധ്യാപികയായ KP. പ്രീതയുടെയും മകളാണ് മീര ബാലചന്ദ്രൻ. HDC പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മീര ബാലചന്ദ്രനെ ഒറ്റപ്പാലം അർബൻ ബാങ്കാണ് അനുമോദിച്ചത്. ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ വിജയുടെ വീട്ടിലെത്തി ബാങ്കിൻ്റെ ഉപഹാരം കൈമാറി. കേരളത്തിൽ 2024-25 അധ്യയന വർഷം 1ാം റാങ്ക് കരസ്ഥമാക്കിയ മീര ബാലചന്ദ്രന് അനുമോദനങ്ങൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച മീരയെ ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ എല്ലാ അനുമോദനങ്ങളും അറിയിക്കുക. ബാങ്ക് ജനറൽ സെക്രട്ടറി ഇൻചാർജ് S. സഞ്ജീവ്, V. സതീദേവി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ബ്രഹ്മകുമാരീസ് സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക്. ജനുവരി 26-ന് സർഗോത്സവം എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബ്രഹ്മകുമാരി മീന പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എടത്തറ കോട്ടയിൽ കൺവെൻഷൻ സെൻ്ററിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക. എടത്തറയിലെ കോട്ടയിൽ കൺവെൻഷൻ സെൻ്ററിലാണ് വൈകിട്ട് 3:30 മുതൽ 8 വരെ സുവർണ ജൂബിലി ആഘോഷം നടക്കുക. നാളിതുവരെയുള്ള അരനൂറ്റാണ്ട് കാലത്തെ ആത്മീയ സേവനത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ചടങ്ങിൽ ബ്രഹ്മകുമാരീസ് അഡീഷണൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ രാജയോഗിനി ബ്രഹ്മകുമാരി ജയന്തി ദിദിജി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ധ്യാനം ഐക്യത്തിനും വിശ്വസ്തതയ്ക്കും എന്ന ശീർഷകത്തിൽ ദീദിയുടെ പ്രസംഗവും ധ്യാനവും നടക്കും. ബ്രഹ്മകുമാരി ആസ്ഥാനം തമിഴ്നാട്, പുതുശ്ശേരി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നും പ്രമുഖർ പങ്കെടുക്കും. പാലക്കാട്ടെ ബ്രഹ്മകുമാരിസിൻ്റെ ആത്മീയ സേവന യാത്രയിലെ ചരിത്രം രേഖപ്പെടുത്തുന്ന സംഗമം ഉത്സവമാണ് 26-27 തീയതികൾ നടക്കുന്നതെന്നും ബ്രഹ്മകുമാരി മീന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ബ്രഹ്മകുമാരീസിൻ്റെ
മഹാതപസ്വിനി രാജീവിനി ജയന്തി ദീദി 7 വയസ്സിൽ ബ്രഹ്മകുമാരീസിൻ്റെ കോണ്ടാക്റ്റിൽ വന്നതാണ്. കാരണം ദീദിയുടെ ഫാമിലി അമ്മയും മുത്തശ്ശിയും എല്ലാം ആധ്യാത്മിക മാർഗത്തിൽ ബ്രഹ്മകുമാരീസുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ജനിച്ചത് പൂനെയിലാണ്, വളർന്നതും പഠിച്ചതും എല്ലാം ലണ്ടനിലാണ്. സോ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ നിലനിന്നുകൊണ്ട് ബ്രഹ്മകുമാരീസിൻ്റെ ഈ സേവനങ്ങളെ മറ്റ് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഏകദേശം 140 രാജ്യങ്ങളിൽ ബ്രഹ്മകുമാരീസിൻ്റെ സേവനങ്ങളുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മീനയ്ക്കൊപ്പം BK കവിത, BK അരവിന്ദാക്ഷൻ, BK ഗോപാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് UDF ചെയർമാൻ അടൂർ പ്രകാശ്. LDFനെ 3ാം വട്ടവും പിണറായി തന്നെ നയിക്കുമെന്നത് പിണറായിയുടെ മാത്രം തീരുമാനമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MP തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്നും അടൂർ പ്രകാശ്. ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയൻ മലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനത്തെ ജനകീയമായും നിയമപരമായും നേരിടുമെന്നും ജനകീയ സമരസമിതി. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും അതെല്ലാം അവഗണിച്ച് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയ നടപടിക്കെതിരെ ജനകീയ മാർച്ച് നടത്തുമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ. ഷൊർണൂരിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. സംഭവം നടന്ന JTS സ്കൂൾ പരിസരത്ത് 2 പേർക്ക് നായയുടെ കടിയേറ്റു, ഒരാൾക്ക് നേരെ ആക്രമണം. പ്രദേശത്തെ ടൗൺ ഹാളിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണെന്ന് ആക്ഷേപം. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മതേതരത്വത്തിൽ ഊന്നിക്കൊണ്ട് കാലികമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് AKSU. വിദ്യാഭ്യാസ വകുപ്പിലെ അവ്യക്തവും ആശങ്കപ്പെടുത്തുന്നതുമായ ഉത്തരവുകൾക്ക് വ്യക്തത വരുത്തണമെന്ന് AKSU ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AKSU ജില്ലാ സമ്മേളനം പാലക്കാട്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9 മണിക്ക്. നന്ദി, നമസ്കാരം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.